ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വെള്ളാപ്പള്ളി ഇന്നും ഇറങ്ങി വായിൽ തോന്നിയത് മുഴുവൻ പറഞ്ഞു. വി ഡി സതീശനുമായി വെള്ളാപ്പള്ളിക്ക് എന്താണ് പ്രശ്നം? പഴയ പ്രതികരണങ്ങളിലൊന്നും വെള്ളാപ്പള്ളി വി ഡി സതീശൻ പോരിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ കൃത്രിമ വിരോധത്തിന് പിന്നിൽ എന്താണ്? വെടക്കാക്കി തനിക്കാക്കാനുള്ള ശ്രമമാണോ എന്ന സംശയം ഉയരുമ്പോൾ അപ്പുറത്ത് താൻ സർവർക്കും സ്വീകാര്യനെന്ന പ്രതികരണവുമായി രമേശ് ചെന്നിത്തലയും രംഗത്തുണ്ട്. ഭരണം നേടുകയാണ് പ്രധാനമെന്ന് പറയുന്ന മുസ്ലിം ലീഗിന് ആരോടും മമതയില്ല എന്ന നിലപാടാണ് തൽക്കാലം. വി എം സുധീരനെയും കെ സി വേണുഗോപാലിനെയും ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും തോൽപ്പിക്കണമെന്ന വെള്ളാപ്പള്ളിയുടെ ആഹ്വാനം ജനം ഏറ്റെടുത്ത് ഇവരെയൊക്കെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചതാണ് ചരിത്രം. ഇന്നത്തെ പറച്ചിലിനൊടുവിൽ താൻ ബി ഡിക്കും ചെന്നിത്തലയ്ക്കും ഒപ്പമില്ല എന്ന് വ്യക്തമാക്കുന്ന വെള്ളാപ്പള്ളിയുടെ ഉള്ളിലിരിപ്പ് പിന്നെ എന്താണ്? വിലപേശൽ വിലപ്പോവുമോ എന്നതാണ് ചോദ്യം. SNDP യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ചർച്ചയിലുണ്ട്. മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപാറ, ഇടതു നിരീക്ഷകൻ M ജയചന്ദ്രൻ എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ വിദ്യാസാഗറിലേക്ക് പോവുകയാണ്. ശ്രീ വിദ്യാസാഗർ, ഇന്നിപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെതായ ശൈലിയുണ്ട്. അതിൽ അതിരൂക്ഷമായ ഭാഷ കടന്നു വരും. അതിൽ മോശം ഭാഷയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നിപ്പോൾ വളരെ മോശം ഭാഷയിലാണ് വി ഡി സതീശനെതിരെ പ്രതികരിച്ചത്. അങ്ങനെ പ്രതികരിക്കാനിടയാക്കുന്ന എന്തെങ്കിലും ഒന്ന് വെള്ളാപ്പള്ളിക്കും വി ഡി സതീശനുമെതിരെ ഇടയ്ക്ക് ഉണ്ടോ? താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ്? അദ്ദേഹത്തിന് ഓരോ സമയത്ത് ഓരോ വെളിപാടുണ്ടാവുന്നു എന്നാണ് എനിക്ക് തോന്നുന്നേ. പിന്നെ മിസ്റ്റർ സതീശനോട് അദ്ദേഹത്തിനുള്ള പിണക്കം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പറവൂര് മണ്ഡലത്തിൽ നിന്ന് മിസ്റ്റർ സതീശൻ മത്സരിക്കുന്ന സമയത്ത് സതീശൻ വോട്ട് ചോദിച്ചോ അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിച്ചോ വെള്ളാപ്പള്ളി നടേശന്റെ വസതിയിൽ കണിച്ചുകുളങ്ങരയിൽ പോയിട്ട് അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ആ സമയത്ത് പറവൂരിലോ അവിടെ ഒരു മീറ്റിംഗ് എല്ലാം വിളിച്ചുകൂട്ടി, SNDP പ്രവർത്തകരെ എല്ലാം വിളിച്ചുകൂട്ടി വലിയ പബ്ലിക് മീറ്റിംഗിൽ ഈ സതീശനെ പോലുള്ളവരെ തോൽപ്പിക്കണമെന്ന് മറ്റൊക്കെ പരസ്യമായിട്ട് അവിടെ പ്രസംഗിച്ചിട്ട് പോയി. പക്ഷേ ഏതായാലും വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിന്റെ ഫലം നേരെ വിപരീത ഫലം ഉണ്ടാക്കി. അവിടെ ധാരാളമായ ഈഴവ സമുദായ അംഗങ്ങളൊക്കെ ധാരാളമായി ഉള്ള ആ മണ്ഡലത്തിൽ മിസ്റ്റർ സതീശൻ ഉദ്ദേശിക്കാത്ത ഭൂരിപക്ഷത്തിൽ ജയിച്ചതായിട്ടാണ് എന്റെ ഓർമ്മ. അപ്പോ ഇത് ആരുടെ മുമ്പിൽ പോയിട്ട് ഒരു പ്രത്യേകമായ അഭ്യർത്ഥനയോ പ്രത്യേകമായ മണിയടിക്കാനോ ഒന്നും പോകാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മിസ്റ്റർ സതീശൻ. അത് മിസ്റ്റർ നടേശന് പിടിച്ചിട്ടില്ല. അന്നു മുതലുള്ള ചുരുക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് മുമ്പുള്ളത് എന്തൊക്കെയാണെന്നതിനെ പറ്റിയിട്ട് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. പക്ഷെ ഈ സംഗതിയെ സംബന്ധിച്ചിട്ട് ഞങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ചർച്ച ചെയ്തതായിട്ട് ഓർമ്മിക്കുന്നു. അതിനുശേഷം 5 തവണ മത്സരിച്ചപ്പോഴും 5 തവണയും ഭൂരിപക്ഷം ഉയർത്തുന്നതാണ് പറവൂരിൽ കണ്ടിട്ടുള്ളത്. Exactly. That's exactly what I am saying. അപ്പോ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായിട്ട് അവിടെ പോയി നിന്ന് ഇദ്ദേഹത്തെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോയപ്പോഴും സതീശന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു വരികയാണ് ഉണ്ടായത്. അപ്പൊ അന്ന് മുതലൊക്കെയുള്ള ഒരു തരം മാനസികമായ അകൽച്ച വെള്ളാപ്പള്ളി നടേശന് സതീശനോടുണ്ട്. അപ്പൊ ഇനി അടുത്ത തവണ UDF ഇലക്ഷനിൽ ഒരു സാധ്യതയുണ്ടായി വല്ല മന്ത്രിസഭയൊക്കെ രൂപീകരിക്കുകയാണ് എങ്കിൽ സതീശനെങ്ങാനും വല്ല മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേരളത്തിന്റെ വിവിധ കോടതികളിലും മജിസ്ട്രേറ്റ് കോടതികളിലും പോലീസിലും ഒക്കെ ആയിട്ട് കിടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കേസുകളുണ്ട്. മൈക്രോ ഫൈനാൻസ് എതിരെയുള്ളത്, അതുപോലെ ജൂബിലി ഫണ്ട് പിരിവ്, SN കോളേജ് ജൂബിലി കേസ് എന്ന് പറഞ്ഞ ഒരു കേസ് 10-65 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തും വെച്ചിട്ട് അതിന് കണക്ക് വെക്കാതെ അത് അപഹരിച്ചതിന് ഇവിടെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് സംബന്ധിച്ചിട്ടുള്ള അപ്പീലുകൾ ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ്. അതല്ലെന്നുണ്ടെങ്കിൽ മിസ്റ്റർ നടേശനെ ബൈ ദിസ് ടൈം SN ട്രസ്റ്റിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥ വരുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒത്തിരി വൈതരണികൾക്കിടയിൽ നിന്നുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഒരു വരുംവരായികളെ മുന്നിൽ കണ്ടുകൊണ്ട് 1 മുഴമല്ല 4 മുഴം നീട്ടി മിസ്റ്റർ നടേശൻ ഒന്ന് എറിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ അതിനകത്ത് കാണുന്നുള്ളൂ. അതല്ലാതെ ഒരു പ്രയോജനം അത്രയ്ക്കും ദീർഘദൃഷ്ടിയോടെയൊക്കെ സതീശൻ മുഖ്യമന്ത്രിയായാൽ തന്നെ കേസിൽ കൊടുക്കും, അതേസമയം ചെന്നിത്തല ആയാൽ കൊടുക്കില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ആലുവ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ആരുടെ കാലത്തായിരുന്നു? അല്ല, അങ്ങനെയല്ല.
അല്ല, കൊടുക്കൂന്നുള്ളതല്ല, അദ്ദേഹത്തെ കൊടുക്കല്ല, അദ്ദേഹം കുടുങ്ങി കിടക്കാണ്. അതിങ്ങനെ ഓരോ താമസങ്ങള് ഗവൺമെന്റ് ഇപ്പോഴത്തെ പിണറായി ഗവൺമെന്റിനെ, മുഖ്യമന്ത്രിയെയും അതുപോലെ പാർട്ടിയെയും ഒക്കെ പതുക്കെ മണിയടിച്ചു നിന്ന് അവരുടെ അടുത്ത് ഓച്ചാനിച്ചു നിന്നും അല്ലാത്ത വിധത്തിലുമൊക്കെ അവരുമായിട്ടൊക്കെ ഉള്ള സ്വാധീനങ്ങളും സമ്പർക്കങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കേസിൽ അന്വേഷണം എത്ര വർഷമായിട്ട് VS അച്യുതാനന്ദൻ കൊടുത്ത പരാതിയിന്മേൽ എടുത്തിരിക്കുന്ന വിജിലൻസ് കേസ്, ഞാൻ അതിനകത്ത് അഡീഷണൽ കക്ഷിയായിട്ട് ചേർന്നിട്ടുള്ള കേസാ. അതിന് വേണ്ട അദ്ദേഹത്തിന് വേണ്ട VSന് വേണ്ടിയിട്ടുള്ള റെക്കോർഡുകളും കാര്യങ്ങളും ഒക്കെ പലതും ലഭ്യമാക്കാൻ ആ കാലത്ത് മുതൽ പരിശ്രമിച്ചിട്ടുള്ളതാ. ആ കേസിൽ ഇതുവരത്തേക്കും ഒരു കുറ്റപത്രം കൊടുക്കാനായിട്ട് പോലീസിന്റെ അടുത്ത് ഹൈക്കോടതിയിൽ എത്ര വട്ടം ഞങ്ങൾ പോകേണ്ട വന്നതിന് ശേഷമാണ് ആ കേസുകളൊക്കെ ഒന്ന് അരങ്ങി തുടങ്ങിയത്. പിന്നെ അതല്ലാതെ അത് പിന്നോക്ക കോർപ്പറേഷന്റെ മൈക്രോ ഫൈനാൻസ് കേസാ. അതല്ലാതെ മറ്റ് ബാങ്കുകളിൽ നിന്നും വിവിധ യൂണിയനുകളിലേക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള നിരവധിയായിട്ടുള്ള പണാഭരണം സംബന്ധിച്ചിട്ടുള്ള കേസുകളുണ്ട്. കേരളത്തിന്റെ പല പോലീസ് സ്റ്റേഷനുകളിലും അതെല്ലാം കൂടെ രജിസ്റ്റർ ആക്കി കഴിഞ്ഞ ശേഷം എല്ലാം കൂടെ ഒരു പ്രത്യേക ഏജൻസി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇതുവരെ അതിൽ ഒരു കേസ് പോലും ഇങ്ങനെയുണ്ടോ ഒരു അന്വേഷണം പോലീസിന്റെ, കേരള പോലീസ് എന്തൊരു അന്വേഷണമായത്? ഗണപതിയുടെ കല്യാണം പോലെ ഇങ്ങനെ അന്വേഷണം നീണ്ടു സർക്കാരിനെതിരെയുള്ള താങ്കളുടെ വിമർശനമാണല്ലോ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ. ഞാൻ ചോദിക്കുന്നത്, രമേശ് ചെന്നിത്തല ആവുകയാണെങ്കിൽ അങ്ങനെ ഒരു ഭയം വേണ്ടതില്ല എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ പരിപാടിക്ക് ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ താങ്കളൊന്ന് ശരിക്കും താങ്കൾക്ക് അറിയാമല്ലോ. ഒന്ന് ഞാൻ ചോദ്യം പൂർത്തിയാക്കട്ടെ. SNDP യോഗം പരിപാടിയിൽ ഇപ്പോൾ ചെന്നിത്തല പങ്കെടുക്കുന്നു എന്നതിലാണല്ലോ ഈ ചർച്ച തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞ ചെമ്പഴന്തി ഗുരുകുലം ജയന്തി ആഘോഷത്തിൽ VD പങ്കെടുക്കുന്നു അല്ലേ? അല്ല, ചെമ്പഴന്തി ഗുരുകുലം ജയന്തി അല്ലല്ല, SNDP യോഗത്തിലും SNDP യോഗം പരിപാടിയിലും ക്ഷണിച്ചു എന്നിടത്താണ് ഈ ചർച്ച തുടങ്ങുന്നത്. NSSന്റെ പരിപാടിയിൽ ക്ഷണിച്ചു, അതോടൊപ്പം തന്നെ SNDPയും ക്ഷണിക്കുന്നു എന്നിടത്താണ് ചെന്നിത്തല 2 സമുദായ നേതാക്കൾക്കും സ്വീകാര്യൻ എന്ന ചർച്ച ഉയർന്നു വന്നത്. ശ്രീ വിദ്യാസാഗർ, ഒന്ന് കേൾക്കൂ. കഴിഞ്ഞ ചെമ്പഴന്തി ഗുരുകുലം ജയന്തി ആഘോഷത്തിൽ VD പങ്കെടുക്കുന്നു. വർക്കല ശിവഗിരി ഈ 31 നടക്കുന്ന പരിപാടി, അതിലും ഉദ്ഘാടകനായി എത്തുന്നത് VD സതീശനാണ്. കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി വർക്കല ശിവഗിരിയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് VD സതീശനാണ്. ഇതൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഇതിപ്പോൾ SNDP യോഗം ചെന്നിത്തലയെ ക്ഷണിക്കുന്നു എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നേരത്തെ VD സതീശനെ തുടർച്ചയായി ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇതിങ്ങനെ വലിയ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അതാണ് മനസ്സിലാവാത്തത്. അത് ശരിയല്ല സ്മൃതി. VD സതീശനെ ക്ഷണിച്ച് പ്രസംഗിപ്പിച്ചത് SNDP യോഗമല്ല, അത് ശിവഗിരിയാണ്. ശിവഗിരി സന്യാസിമാരാ. ശിവഗിരി സന്യാസിമാരാ അങ്ങനെയെല്ലാം ചെയ്യുന്നതിൽ അതൃപ്തി മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. പക്ഷെ വെള്ളാപ്പള്ളി നടേശന്റെ ഇംഗിതത്തിന് മാത്രമായിട്ട് ശിവഗിരി സന്യാസിമാർ നിന്നു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതൊരു നല്ല സൂചനയാണ്. അതുകൊണ്ട് അത് രണ്ടായിട്ട് കാണണം. SNDP യോഗം ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ശിവഗിരി. ശിവഗിരി ഈസ് അബ്സല്യൂട്ട്ലി സന്യാസിമാരുടെ നിയന്ത്രണത്തിലുള്ള അവർ തീരുമാനിക്കുന്നതാ. അവരും മിസ്റ്റർ സതീശനുമായിട്ട് നല്ല ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. അവരും മിസ്റ്റർ രമേശ് ചെന്നിത്തലയായിട്ടും നല്ല ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. ശിവഗിരി ഇത്തരത്തിലുള്ള വങ്കത്തരമൊന്നും ഒരു സന്യാസിമാരും വിളിച്ചു പറഞ്ഞിട്ടില്ല, പ്രവർത്തിക്കുകയില്ല. ഇദ്ദേഹം കാണിക്കുന്നത് പോലെ പറയാൻ കൊള്ളാവുന്ന ശൈലിയോ ഒരു സമുദായ നേതാവ്. ശരി, വെള്ളാപ്പള്ളി തോൽപ്പിക്കണം എന്ന് പറഞ്ഞ VM സുധീരൻ ഇവിടെ ജയിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി തോൽപ്പിക്കണമെന്ന KC വേണുഗോപാൽ ജയിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി തോൽപ്പിക്കണം എന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും നല്ല ഭൂരിപക്ഷം ലഭിച്ചു. അപ്പോൾ സമുദായ നേതാവ് എന്ന നിലയ്ക്ക് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ആഹ്വാനം യഥാർത്ഥത്തിൽ സമുദായാംഗങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നതിൻ്റെ കൂടി തെളിവായി അതിനെ കാണണമോ? വിപരീത ഫലമാണ് ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള മാന്യന്മാരെല്ലാം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു കാണുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാ. എങ്കിലും ഞാനും കൂടെ പറഞ്ഞിട്ടാണ്, അഥവാ ജയിച്ചാൽ, അഥവാ ഒരു അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ദീർഘദൃഷ്ടിയോട് കൂടി നീട്ടിയെറിയുക. കോൺഗ്രസിലുള്ള സമുന്നതരായ നേതാക്കന്മാരെ പലരെയും സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിച്ചും വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞും ഒക്കെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. അപ്പോ അങ്ങനെയുള്ളപ്പോ ഇനി അടുത്ത തവണ കോൺഗ്രസ് എങ്ങാനും അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ആ ടീമിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ മുഖ്യമന്ത്രി പദമായിട്ട് അവരോധിക്കപ്പെടുകയുമാണ് എങ്കിൽ
എന്താകും എന്ന ഉത്കണ്ഠ ഇപ്പോഴേ വെള്ളാപ്പള്ളിയുടെ ഉറുക്കം കെടുത്തുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4 മുഴം നീട്ടി ഇറങ്ങിയിരിക്കുന്നതാണെന്നാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ്, ഇതാണ് അതിന്റെ വസ്തുത. അതല്ലാതെ വേറെ യാതൊരു കാര്യവുമില്ല. ഇപ്പോ ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുക എന്ന് പറയുന്നത് തികച്ചും അനവസരത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ശരി, ഞാൻ തിരിച്ചെത്താം. വെറുപ്പും വിദ്വേഷവും യഥാർത്ഥത്തിൽ ആരാണ് പ്രതികരണങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും നടത്താറുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. മുൻകാല പ്രതികരണങ്ങൾ ഏത് രൂപത്തിലാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്, അതും മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ തുടർച്ചയായി അദ്ദേഹം പലതവണ നടത്തിയിട്ടുണ്ട്. അത് ഒടുവിൽ കേസിലേക്ക് വരെ എത്തുന്ന ഘട്ടം എത്തിയിരിക്കുന്നു. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇന്നത്തെ വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വി.ഡി. സതീശനോട് വലിയ വിദ്വേഷമുള്ള പോലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൽ എത്രത്തോളം രാഷ്ട്രീയമുണ്ട്? ഇപ്പോ ശ്രീ വിദ്യാസാഗർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അദ്ദേഹം SNDP യോഗത്തിന്റെ മുൻ ഭാരവാഹിയായിരുന്നു. SNDP യോഗത്തിൽ എത്രയോ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. വെള്ളാപ്പള്ളിയായിട്ട് അടുത്തും അകന്നും ഒക്കെ എത്രയോ കാലത്തെ പരിചയ സമ്പത്തുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ വിദ്വേഷ പ്രയോഗങ്ങൾക്ക് പിന്നിലുള്ള ചേതോവികാരം എന്താണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് വെള്ളാപ്പള്ളി നടേശനെ മാത്രം സ്പെസിഫിക് ആയിട്ടല്ല V.D. സതീശൻ അന്ന് പറഞ്ഞത്. അതായത് സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങുന്ന സ്വഭാവം എനിക്കില്ല എന്ന് പറയുമ്പോൾ അത് ശ്രീ വെള്ളാപ്പള്ളിയോട് മാത്രമല്ല, അത് മൊത്തത്തിലുള്ള സമുദായങ്ങളോട് പൊതുവായി പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അത് അദ്ദേഹത്തിന്റെ ശൈലിയാണ്, അദ്ദേഹത്തിന്റെ നയമാണ്. അതിന്റെ പേരിൽ ഇതിനു മുമ്പ് പലവട്ടം വെള്ളാപ്പള്ളി അദ്ദേഹത്തെ അപഹസിച്ചിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം പറവൂരിൽ മത്സരിച്ച സമയത്തൊക്കെ V.D. സതീശനെ തോൽപ്പിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാ കാലത്തും UDF-ന്റെ നേതാക്കൾ ആരെങ്കിലുമൊക്കെ സ്വതന്ത്ര നിലപാടെടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വണങ്ങുകയോ സ്തുതിക്കുകയോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കുമ്പിടുകയോ ചെയ്യാത്തവരെയൊക്കെ തോൽപ്പിക്കാൻ അദ്ദേഹം പലതരത്തിൽ പല രീതിയിൽ കടഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, VM സുധീരനെ ആലപ്പുഴയിൽ തോൽപ്പിക്കാൻ അദ്ദേഹം തോറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതെന്ന് നമുക്കറിയാം. അപ്പൊ ആ രീതിയിലൊക്കെ പറഞ്ഞിട്ടും VM സുധീരൻ എത്ര ഭൂരിപക്ഷത്തിലാണ് അല്ലെങ്കിൽ എത്ര മാന്യമായ ജയമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പിന്നെ രണ്ടാമതായിട്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മുടെ KC വേണുഗോപാലിനെ ആലപ്പുഴയിൽ തോൽപ്പിക്കാൻ അദ്ദേഹം പ്രവർത്തിച്ചു. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഭാര്യ പോലും ആ തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ട് KC വേണുഗോപാലിനെതിരെ പ്രവർത്തിച്ചു. ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രചരണം നടത്തുന്നത് നമ്മൾ ആ കാഴ്ച നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ പാലക്കാട് മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ അദ്ദേഹം കാണാൻ പോലും സമ്മതിച്ചില്ല. നേരെ മറിച്ച് അദ്ദേഹത്തെ കാണാൻ പോയ മറ്റുള്ളവർക്കൊക്കെ അദ്ദേഹം വലിയ വരവേൽപ്പ് കൊടുക്കുകയും ചെയ്തു. അവരായിട്ടൊക്കെ എത്രയോ നേരം വേണമെങ്കിൽ അദ്ദേഹം സംസാരിച്ചു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ഇപ്പൊ വെള്ളാപ്പള്ളിയോട് ഇന്നലെ അല്ലെങ്കിൽ അദ്ദേഹം ആദ്യ ഘട്ട പ്രതികരണം നടത്തി. അതായത് ഇപ്പോ എന്തുകൊണ്ടും UDF-ൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറയാനുള്ള അവകാശമൊക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാവും, അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകളുണ്ടാവും. കോൺഗ്രസിൽ ആര് മന്ത്രിയാവണം അല്ലെങ്കിൽ ആര് മുഖ്യമന്ത്രി ആവണം എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് ഒരു സമുദായ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അങ്ങനെ പറയുന്നതിനെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല, അതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് അവിടം കൊണ്ട് അവസാനിപ്പിക്കാതെ അതിന് സതീശൻ പറഞ്ഞ മറുപടിയും വളരെ മാന്യമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. ഞാൻ വിമർശനത്തിന് അതീതനല്ല. അദ്ദേഹം വലിയൊരു സമുദായ നേതാവാണ്. അദ്ദേഹത്തിന് എന്നെ വിമർശിക്കാൻ അവകാശമുണ്ട്. ഞാൻ ആ വിമർശനത്തിൽ തെറ്റ് കാണുന്നില്ല. അത് ഞാൻ ഉൾക്കൊള്ളുന്നു. ആ വിമർശനത്തിൽ എന്തെങ്കിലും കാമ്പുണ്ടെങ്കിൽ അത് ഞാൻ സ്വയം വിശകലനം ചെയ്ത് സ്വയം വിമർശിച്ച് അത് തിരുത്താനും ഞാൻ തയ്യാറാണ്. അദ്ദേഹത്തിന്റെ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു നിലപാടാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞ എന്താ? അദ്ദേഹം അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ആളാണ്. അദ്ദേഹം ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല. അദ്ദേഹം ജയിച്ചാൽ അത് കോൺഗ്രസിന്റെ ശാപമാണെന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്തിനാണ് ഇത്രയേറെ വിരോധം വെച്ച് പുലർത്തുന്നത്? തറ നേതാവാണ് എന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു നേതാവായിരിക്കണമല്ലോ. അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതാണ് നമ്മളെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പൊ ഇതിനകത്ത് എന്തോ വളരെ ഭയങ്കരമായ ഒരു വിദ്വേഷം അദ്ദേഹത്തെ ഭരിക്കുന്നു എന്ന് ശ്രീ വിദ്യാസാഗർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപക്ഷെ അദ്ദേഹം ഒരു മഴ മുമ്പേ നീട്ടി എറിയുന്നതായിരിക്കാം. അദ്ദേഹത്തിന് V.D. സതീശനെ പോലെ ഒരാൾ മുഖ്യമന്ത്രി ആകുന്നതിനെ സംബന്ധിച്ച് ഭയം ഉണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹം ആശങ്കപ്പെടുന്നുണ്ടാകാം. അദ്ദേഹം ഒരിക്കലും മുഖ്യമന്ത്രി ആകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവാം. അതൊക്കെ അതിനെല്ലാം അദ്ദേഹത്തിന് അവകാശം ഉണ്ടെന്നേ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചോട്ടെ. പക്ഷെ ഈ രീതിയിലുള്ള തറ പ്രയോഗങ്ങൾ നടത്തേണ്ട കാര്യമുണ്ടോ?
അദ്ദേഹം വെറും തറയാണ്, അഹങ്കാരത്തിന് കൈയും കാലും വെച്ച ആളാണ് എന്ന് പറയാൻ മാത്രം എന്ത് തെറ്റാണ് വി ഡി സതീശൻ ഈ വെള്ളാപ്പള്ളി നടേശനോട് പറഞ്ഞിട്ടുള്ളത്? മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും കാലഘട്ടത്തിൽ എന്തെങ്കിലും, നമുക്ക് ഓർമ്മയുള്ള കാലഘട്ടത്തിൽ എന്തെങ്കിലും UDF അധികാരത്തിൽ വരണം, UDFന്റെ ആരെങ്കിലും മുഖ്യമന്ത്രിയാണ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആകണമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്നോ ആരെങ്കിലും മുഖ്യമന്ത്രി ആയി കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടോ? അദ്ദേഹം രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന അഭ്യാസങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞു. പക്ഷേ എല്ലാ ശ്രീ ജോർജ് കുടിപ്പാറ, ഒരു കാര്യമുണ്ട്, UDF അധികാരത്തിലേക്ക് വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഈ സമുദായ നേതാക്കൾക്ക് ഇത്ര ശക്തമായി പ്രതികരിക്കാൻ സാധിക്കുന്നത്. ഇതേ വെല്ലുവിളി LDFനോട് എപ്പോഴെങ്കിലും ഈ സമുദായ നേതാക്കൾ നടത്തിയതായി താങ്കളുടെ ഓർമ്മയിലുണ്ടോ? ഇല്ല, അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. മാത്രമല്ല, ഇതിനകത്തൊക്കെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അതിനുള്ള ധൈര്യവും തന്റെ ഇടവർക്കില്ല. അതായത് LDF നേതാക്കൾക്കെതിരെ പറഞ്ഞാൽ അതിന് ചിലപ്പോൾ തക്കതായ തിരിച്ചടി കിട്ടും. ഇപ്പൊ VS അച്യുതാനന്ദനെതിരെ പറഞ്ഞതിന് അന്ന് എന്തോ ഉണ്ടായെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ എതിരെ ഈ രീതിയിൽ തറയാണ്, അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതാണ് എന്നൊക്കെ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയാൽ അത് ആ പാർട്ടി എങ്ങനെയാണ് നേരിടുക എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ കോൺഗ്രസിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നേതാവിനെ ഇങ്ങമാതിരി ആരെങ്കിലും കയറി അറ്റാക്ക് ചെയ്താൽ, അതിഭയങ്കരമായിട്ട് തേജോവധം ചെയ്താലും കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് അതിനെ നേരിടില്ല. അപ്പോഴും ഡിപ്ലോമസി എന്ന് പറഞ്ഞ് നിൽക്കും. ഇതിപ്പോ സുധാകരനെ അറ്റാക്ക് ചെയ്താലും കോൺഗ്രസ്സുകാരുടെ സ്വഭാവം ഇതാണ്, VD സതീശനെ അറ്റാക്ക് ചെയ്താലും സ്വഭാവം അതാണ്. ഇന്ന് തന്നെ രമേശ് ചെന്നിത്തല എത്ര മയത്തിലും എത്ര ഇതാണ് എന്നെ വിളിച്ചതിൽ, അതായത് സുകുമാരൻ നായർ അല്ലെങ്കിൽ NSS എന്നെ വിളിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. മറിച്ച് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ പറയുന്നത് അതൊരു നല്ല ശൈലിയല്ല, അങ്ങനെയല്ല, അത് മോശമാണെന്ന് പറയാനുള്ള സുധാകരൻ പറഞ്ഞു. അദ്ദേഹം മാത്രം അത് പറഞ്ഞു. അദ്ദേഹം പലപ്പോഴും ഈ മെയിൻ സ്ട്രീമിന് വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിനെ ആക്രമിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയിലുള്ള ഒരു വീര്യം അതിനകത്തുണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പറഞ്ഞ UDFന്റെ കാര്യത്തിൽ ഇത്ര വലിയ അഭിപ്രായം പറയാനുള്ള ധാർമ്മിക അവകാശം എന്താണ്? അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവകാശം ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും UDFനെ പിന്തുണയ്ക്കുകയോ UDF നേതാക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്തുകയോ UDFന് വോട്ട് ചെയ്യാൻ അണികളോട് ആഹ്വാനം ചെയ്യുകയോ ചെയ്യണ്ടേ? ഇദ്ദേഹം ഈ കുറ്റപ്പെടുത്തുമ്പോൾ അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും വലിയ രാഷ്ട്രീയ മെയ്യഭ്യാസം ട്രപ്പീസ് കളിക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബമല്ലേ? ഒരേ സമയം കേരളം ഭരിക്കുന്ന വീതം വെച്ചു കൊടുക്കുന്നു, ഒരേ സമയം LDFനെയും അതേസമയം തന്നെ BJPയുടെ രണ്ട് വഞ്ചിയിൽ കാല് വെച്ചുകൊണ്ട് മകനെ, മോദി നല്ല പ്രധാനമന്ത്രി, പിണറായി വിജയൻ നല്ല മുഖ്യമന്ത്രി, ഇതാണ് അടവ് നയം. അതേസമയം UDF നേതാക്കൾക്കെതിരെ പാലിക്കുന്ന ഈ മനുഷ്യൻ മറ്റുള്ളവരുടെ അടവ് നയത്തെ കുറിച്ചൊക്കെ ഇത്രയധികം ആചാരനാമാനും വല്ല ധാർമ്മിക അവകാശമുണ്ട്? എന്ത് രാഷ്ട്രീയ നൈതികത അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹത്തിന്റെ ആ ഒരു പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മെയ്യഭ്യാസമൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ. അദ്ദേഹത്തിന് ആരോടാണ് കൂറ്? ശരി, ഇതിനിടയ്ക്ക് നേതൃമാറ്റ ചർച്ചകൾ പൊതുവെ നല്ലതാണ്, UDFന് ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ ലീഗ് നടത്തുന്നു. ശ്രീ മുഹമ്മദ് ഷാ അതിന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കി. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, വെള്ളാപ്പള്ളി മുൻപ് നടത്തിയ വർഗീയ പ്രതികരണങ്ങൾ താങ്കളും ഓർക്കുന്നുണ്ടാകുമല്ലോ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല VC ആയി മുബാറക് പാഷയെ നിയമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം, പിന്നീട് മാൻഹോളിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ നൌഷാദ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഭാര്യയ്ക്ക് ജോലി നൽകിയപ്പോൾ നടത്തിയ അതിക്രൂരമായ പ്രതികരണം, ഇതൊക്കെ നിങ്ങളും കണ്ടിട്ടുള്ളതാണ്. ആ ഘട്ടത്തിലൊക്കെ ലീഗിന്റെ പ്രതികരണവും വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സമുദായ നേതാക്കളെയും കൂട്ടുപിടിച്ച് വേണം UDFന് വിജയിക്കാൻ എന്ന് തീരുമാനിക്കുന്നത്? സ്മൃതി, ഇത് ഇപ്പോൾ തുടങ്ങിയ ഒരു കാര്യമൊന്നുമല്ല. കാരണം UDFനെ സംബന്ധിച്ച്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ബേസിസ് തന്നെ ഈ ഡൈവേഴ്സിറ്റിയാണ്, ഡൈവേഴ്സിഫൈഡ് സൊസൈറ്റിയാണ്. പലതരം ക്ലാസ്സസ് ഉണ്ട്, റിലീജിയസ് ക്ലാസ്സസ് ഉണ്ട്, റിലിജ്യൻ അകത്തുള്ള ക്ലാസ്സസ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, പല സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അവരെല്ലാം ഏകോപിച്ച് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് എല്ലാ കാലത്തും ഇന്ത്യൻ രാജ്യമുണ്ടാകുന്ന കാലത്ത് തന്നെ ഉണ്ടായ നമ്മുടെ കോൺസെപ്റ്റ്. അതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അതിൽ ഒരാളെ തള്ളിപ്പറയുക, അല്ലെ രണ്ട് കൂട്ടർ തമ്മിലുള്ള തർക്കങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെ അവർ വിഭജിക്കുക, അത് വിദ്വേഷം പറയുക, അങ്ങനെ വിദ്വേഷിപ്പിച്ചിട്ട് പോയാൽ എല്ലാ കാലവും UDFന് പരാജയം ഉണ്ടാവുകയുള്ളൂ. കാരണം UDF എല്ലാവരും ചേരുന്ന ഒരു കൂട്ടായ്മയാണ്.
ഒരു കൂട്ടരെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെ വേറൊരാളെ വിദ്വേഷം നടത്തിയാൽ UDF അങ്ങനെ കയറി വരാൻ പറ്റില്ല. എല്ലാവരുടെയും പ്രാതിനിധ്യമുള്ള ഒരു സംവിധാനമാണ് UDF അതിൽ ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത്. അത് കോൺഗ്രസും ലീഗുമൊക്കെ. ലീഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബൈലോ വളരെ സ്പെസിഫിക്കാണ്. ബൈലോയിൽ 9E എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. വിവിധ സമുദായങ്ങൾ തമ്മിൽ പരസ്പര വിശ്വാസവും സൗഹാർദ്ദവും സന്മനസ്സും മതിപ്പും ഐക്യവും വളർത്തുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഉദാഹരണം നിങ്ങൾ നോക്കിയാൽ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ മാർച്ചിൽ 2022 മാർച്ച് മുതൽ അദ്ദേഹമാണ് പാർട്ടിയുടെ പ്രസിഡന്റ്. 2022 മെയ് ജൂൺ മാസം മുതൽ തന്നെ അദ്ദേഹം എല്ലാ സമുദായ പ്രതിനിധികളും അത് എല്ലാവരെയും കാണുന്നതിന് വേണ്ടിയിട്ട് ജില്ലകളിലേക്ക് യാത്ര തിരിച്ചു. ജില്ലകളിലുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തി. കൾച്ചറൽ ഗ്രൂപ്പ്സുമായിട്ടൊക്കെ നമ്മൾ സംവദിക്കുകയാണ്. അല്ല, ലീഗെന്ന പാർട്ടിയുടെ ബൈലോയിലെ ലീഗിന്റെ ഒരു ഒബ്ജക്റ്റീവിനെ ഫുൾഫിൽ ചെയ്യാനുള്ള ലീഗിന്റെ യാത്രയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ ഭാഗമാണ്. എല്ലാവരെയും കൂട്ടി കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും നേരത്തെ ആരോ പറഞ്ഞു കോൺഗ്രസിനെ വിമർശിക്കുന്നത് പോലെ അല്ലെ UDFനെ വിമർശിക്കുന്നത് പോലെ ശക്തമായ ഭാഷയിൽ CPMനെ വിമർശിക്കുന്നില്ല എന്ന് പറഞ്ഞു. കോൺഗ്രസിനെ UDFനെയും ലീഗിനെയും ഒക്കെ വിമർശിക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ചെറിയ തെറ്റുകൾ പോലും സീരിയസ് ആയി അവർക്ക് കാണാം. ഞങ്ങൾ തിരുത്താൻ തയ്യാർ. കാരണം ഞങ്ങൾ എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് പോകുന്നവരാണ്. ഇപ്പോൾ CPM ഇപ്പോൾ വിജയരാഘവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ലേ? അതൊരു വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് ആളുകളെ വേർതിരിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയമാണ് അവർ പറയുന്നത്. അവർക്ക് വേർതിരിവ് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയാണ്. BJP രാജ്യത്തൊട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ട് ഒരു കാര്യം സ്മൃതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. UDF അടുത്ത 2026 അധികാരത്തിലേക്ക് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല. നല്ല മിടുക്കന്മാരായ ശക്തന്മാരായ നേതാക്കൾ കോൺഗ്രസിലുണ്ട്. അങ്ങനെയെങ്കിൽ ഞാനാണ് സമുദായ നേതാക്കൾക്ക് സ്വീകാര്യനെന്നും അങ്ങനെ സമുദായ നേതാക്കൾക്ക് സ്വീകാര്യനായ ആളാകണം മുഖ്യമന്ത്രി എന്ന രൂപത്തിലേക്ക് ചർച്ചകൾ എത്തുന്നത് എങ്ങനെയാണ്? ഇവിടെ സമുദായ നേതാക്കളും സമുദായ സംഘടനകളുമാണോ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുക? UDFന് മുഖ്യമന്ത്രി നിശ്ചയിക്കുക സമുദായ സംഘടനകളാണോ? സമുദായ സംഘടനകൾക്കെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ പാർട്ടിക്കാർ അഭിപ്രായം പറയുമ്പോൾ പാർട്ടി ഫോറത്തിൽ പറയണം. അല്ലാത്ത എല്ലാ സോഷ്യൽ ഗ്രൂപ്പിനും അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ, പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ചോ കോൺഗ്രസിനെ സംബന്ധിച്ചോ ലീഗിനെ സംബന്ധിച്ചോ ഒക്കെ അഭിപ്രായം പറയുന്നത് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. തീരുമാനങ്ങൾ എടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഹൈക്കമാൻഡുണ്ട്, MLAമാരുടെ ഇതുണ്ട്. UDFനെ സംബന്ധിച്ച് UDFൻ്റെ MLAമാരുടെ ചർച്ചകളുണ്ട്. അങ്ങനെ ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും പക്ഷേ എല്ലാ നേതാക്കളും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പം നിലവിൽ UDFനുണ്ട്. എല്ലാ പാർട്ടികളും UDFനകത്ത് ഘടകകക്ഷികൾ പ്രവർത്തിക്കുന്നു. എല്ലാ സോഷ്യൽ ഗ്രൂപ്പ്സും UDFനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അഭിപ്രായങ്ങൾ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ഇൻ എഫക്റ്റ് ഇൻ ടോട്ടോ UDFനെ പിന്തുണയ്ക്കുക എന്ന ഒരു കാര്യത്തിൽ അവർക്കാർക്കും തർക്കമില്ലാത്ത അവസ്ഥയാണ്. നേതൃമാറ്റ ചർച്ചകൾ നല്ലതാണ്, ഈ ചർച്ചകൾ നല്ലതാണ് എന്ന വിലയിരുത്തലേക്ക് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ലീഗ് എത്തുന്നു. നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അകത്തു പറയുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ചെന്നിത്തല ഇപ്പുറത്ത് VD സതീശൻ എന്ന് പറയുമ്പോൾ ആരാണ് നിങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യൻ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അല്ലല്ല, നേതൃമാറ്റ ചർച്ചകളൊന്നും ഇല്ലല്ലോ, ഇവിടെ നടക്കുന്നില്ലല്ലോ. ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഒരു പബ്ലിക് സ്ഫിയറിൽ കുറേ അഭിപ്രായങ്ങൾ വരുന്നു എന്നല്ലാതെ അതൊരു കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചയായിട്ട് നമുക്കിപ്പോൾ ചിത്രീകരിക്കാൻ സാധിക്കില്ല. ലീഗിനെ സംബന്ധിച്ച് സമയാസമയങ്ങളിൽ ലീഗ് പറയേണ്ട അഭിപ്രായങ്ങൾ ലീഗ് പറയും. അത് ഇഷ്യൂ ബേസ്ഡാണ്. ആ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് വിന്നബിലിറ്റി ബേസ് ചെയ്തിട്ട് പറയേണ്ടതുണ്ടെങ്കിൽ പറയും. അല്ലാതെ അതിനകത്ത് കയറി നമ്മൾ അഭിപ്രായം പറഞ്ഞ് ഇന്നത് വേണമെന്ന് അങ്ങനത്തെ ഒരു രീതിയൊന്നും അല്ലല്ലോ ലീഗിൻ്റെ. ആവശ്യമുള്ള സമയത്ത് പറയേണ്ടതുണ്ടെങ്കിൽ പറയുമെന്നല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ഇപ്പോഴത്തെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോക്കുണ്ട്. ഒറ്റക്കട ഇപ്പോൾ വലിയ വിജയങ്ങൾ മുന്നോട്ട് വന്നു. എല്ലാ സോഷ്യൽ ഗ്രൂപ്പ്സും ഭരണപക്ഷക്കെതിരെ പിന്നെ BJPയുടെ വളർച്ച പോലും പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ വയനാട് തെരഞ്ഞെടുപ്പൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. പൂർണ്ണമായും UDFന് അനുകൂലമായൊരു സാഹചര്യമുണ്ട്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരേണ്ട. നേരത്തെ സ്മൃതി തന്നെ മുമ്പ് പറഞ്ഞു 2001 ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പുകൾ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഒരിക്കലും പിന്നെ UDFന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ സാധിച്ചില്ല 2011 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. പക്ഷേ ഇത്തവണ ഉണ്ടാകാം 2026 ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി തന്നെ ആകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാ സോഷ്യൽ ഗ്രൂപ്പും അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ഇൻഡിക്കേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഒരു കാര്യം കൂടി. ഇപ്പോൾ ഇന്നത്തെ മാതൃഭൂമി പത്രം
വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. ഈ BDJS-നകത്ത് UDF-ലേക്ക് പോകാനുള്ള ഒരു താല്പര്യം ഒരു വിഭാഗത്തിന് ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് മോദിയുമായി നല്ല ബന്ധമാണ്, തുഷാർ വെള്ളാപ്പള്ളിക്ക് അമിത്ഷായുമായി നല്ല ബന്ധമാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ താല്പര്യമില്ല. പക്ഷേ BDJS എന്നൊരു പാർട്ടിക്ക് NDA-ക്ക് അകത്തൊരു വളർച്ചയില്ല, ഒരു തരത്തിലും ആ പാർട്ടി മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ മുന്നോട്ട് പോകാൻ നല്ലത് UDF ആണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം അവിടെ നിന്ന് പോയ ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട്. അതുകൂടി നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒരു ചിന്ത BDJS-നകത്ത് ശക്തിപ്പെടുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ ലീഗ് അതിനെ സ്വാഗതം ചെയ്യുമോ? അല്ല, ആ ക്വസ്റ്റ്യൻ ലീഗ് നേതൃത്വം എടുക്കേണ്ട തീരുമാനമാണ്. പക്ഷേ സ്മൃതി പറഞ്ഞ ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഒരു ബേസ് ലൈൻ എന്താണെന്ന് വെച്ചാൽ, UDF എല്ലാവർക്കും സ്പേസ് ഉണ്ട്. UDF വന്നു എന്നതിൻ്റെ പേരിൽ ഒരു പാർട്ടിയും തകർന്നു പോകില്ല. കാരണം എല്ലാവരുടെയും സ്പേസ് അവിടെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഒരു പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടി വളരെ ഒരിക്കലും UDF ഉണ്ടാവില്ല. ഒരുപക്ഷെ ഇടതുപക്ഷത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ BJP-യുടെ മുന്നണിയിലേക്ക് പോയ പല പാർട്ടികളും ഇപ്പോൾ അവർ പിക്ചറിൽ തന്നെ ഉണ്ടാകാത്ത സാഹചര്യങ്ങളുണ്ടാണ്. UDF അങ്ങനെയല്ല, അക്കമഡേറ്റീവാണ്, എന്താ പറയുക, ഇൻക്ലൂസീവാണ് എപ്പോഴും UDF-ൻ്റെ രാഷ്ട്രീയം. ആ UDF-ൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണെന്നുള്ളത് കൊണ്ട് അവരവരുടെ ശക്തി തെളിയിച്ചുകൊണ്ട് എക്സിസ്റ്റൻസ് ലഭിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ആളുകൾ UDF-ലേക്ക് വരും. ചില സമയത്ത് വല്ലാത്ത വിദ്വേഷവും ആളുകൾ തമ്മിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അത് മതങ്ങൾ തമ്മിലും അല്ലെങ്കിൽ ജാതികൾ തമ്മിലും പല ക്ലാസ്സുകൾ തമ്മിലും ഉണ്ടാകുന്ന വലിയ വിദ്വേഷത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഗുണമായി ചിലപ്പോൾ മാറാറുണ്ട്. പക്ഷേ ആ പരാജയം ഉള്ളപ്പോൾ പോലും നയങ്ങൾ മാറ്റുന്നില്ല UDF. കോൺഗ്രസോ ലീഗോ UDF ഒന്നും നയങ്ങൾ മാറ്റുന്നില്ല. അപ്പോഴും നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയമായി മുന്നോട്ട് പോവുകയാണ്. ശ്രീ M. ജയേന്ദ്രൻ, ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വെള്ളാപ്പള്ളിയുടെ പ്രതികരണങ്ങൾ ഏതെങ്കിലും തരത്തിൽ UDF-ൽ ഇളക്കമുണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ? അഡ്വക്കേറ്റ് ഷായോട് സ്മൃതി ഏറ്റവും ഒടുവിൽ ചോദിച്ചല്ലോ മാതൃഭൂമി വാർത്തയെ പറ്റി. അവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. വാസ്തവത്തിൽ ആ വാർത്ത വായിച്ചാൽ ചിരിയാണ് വരിക. ഞാനത് പറയാൻ കാരണം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ സമയത്ത് എനിക്കറിയാവുന്ന, എനിക്ക് നേരിട്ട് ബന്ധമുള്ള ഒരു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ദൂതുമായി വെള്ളാപ്പള്ളിയുടെ അടുത്തേക്ക് രമേശ് ചെന്നിത്തല പറഞ്ഞു വിടുന്നു. ദൂത് ഇതാണ്: 6 സീറ്റ് വരെ BDJS-നും നൽകാം. UDF ജയിച്ചാൽ മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ ഒരു മന്ത്രിസ്ഥാനവും BDJS-നും നൽകാം. ഇതായിരുന്നു രമേശ് ചെന്നിത്തല ആ കോൺഗ്രസ് നേതാവിന് വെള്ളാപ്പള്ളിക്ക് നൽകാൻ കൊടുത്ത ദൂത്. പക്ഷേ ഈ ദൂതുമായി നേതാവ് വെള്ളാപ്പള്ളിയെ കണ്ടെങ്കിലും ചെന്നിത്തല പറഞ്ഞ കാര്യം മാത്രം അദ്ദേഹം വെള്ളാപ്പള്ളിയോട് പറഞ്ഞില്ല. BDJS-നെ UDF-ലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് വരണം, 6 സീറ്റ് തരും. JSS-ന് കൊടുത്ത സീറ്റ് അവിടെ ഉണ്ട്, അതുപോലെ 5 കൊടുത്തത്, ഒന്നുകൂടെ കൂട്ടി 6 തരാം, ജയിച്ചാൽ ഒരു മന്ത്രിസ്ഥാനവും. അദ്ദേഹം അത് പറഞ്ഞില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് അന്ന് ചോദിച്ചിരുന്നു, ഈ 16 തന്നെ, എന്താണ് നിങ്ങളത് പറയാതിരുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, കോൺഗ്രസ് നേതാവിൻ്റെ മറുപടി, ഒരു കാര്യവുമില്ല പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ, ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഇദ്ദേഹത്തെ വിളിക്കുന്ന മുതലാളിയെന്നാണ് അഡ്വക്കേറ്റ് വിദ്യാസാഗറിന് നന്നായിട്ട് അറിയാം. മുതലാളി ഇപ്പോൾ നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ അമിത്ഷായുടെ കൂടെയാണ്. അദ്ദേഹം, നരേന്ദ്രമോദി ആ കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം അമിത്ഷാ പറയുന്നത് ഇവിടെ കേൾക്കൂ. അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞാൽ വെറുതെ ഞാൻ ചീത്തവിളി കേൾക്കാം എന്നുള്ളതല്ല, ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ ഈ കാര്യമേ പറഞ്ഞില്ല എന്നാണ് ആ കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. അത് കഴിഞ്ഞ് വർഷം ഇത്ര 8 വർഷം കൂടെ കഴിഞ്ഞു എന്ന് ഓർക്കണം. ഇപ്പോൾ മാതൃഭൂമിയിൽ നിന്ന് വാർത്ത കിടക്കുന്നത് BDJS-ൽ അണികൾ ആഗ്രഹിക്കുന്നു, നേതാക്കൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും. അങ്ങനെ അണികളുടെ ആഗ്രഹപ്രകാരം ഏതെങ്കിലും ഒരു യൂണിറ്റെങ്കിലും ചലിക്കുന്ന ഒരു പാർട്ടിയാണോ BDJS? അല്ലെന്ന് എല്ലാവർക്കും അറിയാം, മാതൃഭൂമിക്കും അറിയാം, പ്രസിദ്ധീകരിച്ച മാതൃഭൂമിക്കും അറിയാം. പക്ഷെ അങ്ങനെ പറയുകയാണ്. അതൊരു സ്വയം ആശ്വസിക്കലാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്തിട്ട് എന്താണ് കാര്യം? ഒരു കാരണവശാലും ഇപ്പോഴത്തെ സാഹചര്യത്തിലൊന്നും BDJS UDF-ലേക്ക് പോവില്ല. അതൊരു വസ്തുതയാണല്ലോ. അപ്പോൾ ഇവിടെ മറ്റു ചില കാര്യങ്ങൾ വേറെ ഉണ്ട്. ആ മറ്റു ചില കാര്യങ്ങൾ പറയുന്ന വെള്ളാപ്പള്ളി അദ്ദേഹമാണ് ആക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് എപ്പോഴും അദ്ദേഹം ചെയ്യുന്നത്. ഒരിക്കലും വെള്ളാപ്പള്ളി പാസീവ് റെസിസ്റ്റൻസിൻ്റെ ആളേ അല്ല. ഒരു ഘട്ടത്തിലും അദ്ദേഹം വളരെ ആക്റ്റീവായിട്ടാണ് റെസിസ്റ്റ് ചെയ്യുന്നത്, ഏത് കാര്യത്തിലും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളതും. ഇന്നും അതെ, ഇന്നലെ അതെ. പക്ഷേ അതിന് മറ്റൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് പ്രധാനം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അത് തന്നെയാണ് പ്രധാനം.
അങ്ങനെ വരുമ്പോൾ എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ആലോചിക്കേണ്ട കാര്യം. അത് ഒറ്റയടിക്ക് ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന കാര്യവുമല്ല. ഈ ചർച്ചയിൽ അതിന് സമയമുണ്ടോ എന്ന് പറഞ്ഞുകൂടെ. എങ്കിലും ഞാൻ എനിക്ക് കഴിയുന്ന ചുരുക്ക സമയം കൊണ്ടുള്ള കാര്യം ഞാൻ പറയാം. അതായത് പിന്നെ ഏറ്റവും ക്ഷുബ്ധവും അത്യന്തം കലുഷവുമായ രാഷ്ട്രീയ പ്രവാഹങ്ങൾ ഇപ്പോൾ ഉള്ളത് വാസ്തവത്തിൽ UDF-ലാണ്, പ്രത്യേകിച്ചും ലീഗിലാണ്. അത് ആ നിലയ്ക്ക് പുറത്തേക്ക് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. പക്ഷെ അതവിടെ ഉണ്ട്. അത് പിന്നെ എങ്ങനെയാണ് ഉള്ളതവിടെ? അത് ആഭ്യന്തരമായി പിന്നെ ഈ ചില പ്രശ്നങ്ങൾ മുജമ പെട്ടെന്ന് അഡ്വക്കേറ്റ് ഷായ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ഒരു ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പും മുസ്ലിം ലീഗുമായിട്ട് ചേർന്നിട്ടുള്ളൊരു പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. സുന്നികൾ ഒരു ഭാഗത്ത്, മുജാഹിദുകൾ ജമാഅത്തെ ഇസ്ലാമായിട്ട് ചേരുന്നു എന്ന് ആക്ഷേപിക്കുന്ന മറ്റൊരു ഭാഗം മറുഭാഗത്ത്. ഈ സുന്നികൾ എന്ന് പറയുമ്പോൾ ലീഗിൽ ബഹുഭൂരിപക്ഷം സുന്നികളാണല്ലോ. എന്നാൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് എളുപ്പം പറയാവുന്നത് പിന്നെ പാണക്കാട് തങ്ങൾമാർ അവർ സുന്നികളാണ്. എന്നാൽ കുഞ്ഞാലിക്കുട്ടി പിന്നെ PM സലാം തുടങ്ങി അങ്ങനെ മുജാഹിദുകൾപ്പെട്ട വേറൊരു ഭാഗവുമുണ്ട്. അപ്പോൾ ഈ മുജാഹിദുകളായിട്ടുള്ളവരെ സംബന്ധിച്ച് എതിർപ്പൊന്നുമില്ല സുന്നികൾക്ക്. അവർ പരിഷ്കരണവാദപരമായ ചില നിലപാടുകളുണ്ടെന്നുള്ളതല്ലാതെ അവരെ സംബന്ധിച്ച് എതിർപ്പൊന്നുമില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേരുന്നു എന്നുള്ള ശക്തമായ ഒരു വിമർശനം അതൊരാശയധാരയായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. മുഷാവറയുടെ കാര്യങ്ങളൊക്കെ സ്മൃതിക്കറിയാം. ഇവിടെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത്തരം കാര്യങ്ങൾ. ഞാൻ ആ കാര്യങ്ങളിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പോകാത്തത്. അതൊരു വലിയ, ഞാനതാണ് പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പ്രവാഹമായി ഒരു അണ്ടർ കറണ്ടായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം UDF-ൽ ഇതാണ്. പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ടാർഗറ്റ് ഇദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ പിന്നെ എനിക്ക് അത്ര ഡീപ്പായിട്ട് പോയിട്ടില്ലെങ്കിലും എനിക്ക് ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ പണി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ആ പണി എടുക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ ആദ്യം വേണ്ടത് ഒരു കലഹമാണ്, കലാപമാണ്. അത് ഞാൻ ഇന്നലെയും പറഞ്ഞു. ആ തിരി ഇടലാണ് വെള്ളാപ്പള്ളി പിന്നെ രമേശ് ചെന്നിത്തലയെ പിന്നെ ലിഫ്റ്റ് ചെയ്യുന്നതിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ഇന്നും അത് തന്നെ പറയുന്നു. പക്ഷേ അതിൻ്റെ ലക്ഷ്യം പിന്നെ BJPക്ക് വേണ്ടി എത്രത്തോളം മുസ്ലിം സമുദായത്തെ, മുസ്ലിം ലീഗിനെ കിട്ടില്ല നമുക്കറിയാം, പക്ഷേ മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഗ്രൂപ്പിനെ എങ്കിലും എത്രത്തോളം പിന്നെ ഈ ആക്റ്റീവ് റെസിസ്റ്റൻസിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു ലക്ഷ്യം അദ്ദേഹത്തിനുള്ളതായിട്ടാണ് എൻ്റെ ഇന്നത്തെ ഞാൻ അന്വേഷണത്തിൽ നിന്ന് കിട്ടിയ ബോധ്യങ്ങൾ. അത് പൂർണ്ണമായിട്ടും ശരിയാവണമെന്ന് അറിയാൻ കഴിയുന്നത് വക്കീലിനാണ്, വിദ്യാസാഗർ വക്കീലിനാണ് കൂടുതൽ അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ അടുപ്പമുള്ളതാണ് ആ മേഖലയുമായിട്ട്. അല്ലാതെ അദ്ദേഹം പറഞ്ഞതുപോലെ കേസിന്റെ പേരിലൊന്നും അങ്ങനെ പകച്ചു നിന്ന് പരിഭ്രമിക്കുന്ന ആളൊന്നും അല്ലല്ലോ വെള്ളാപ്പള്ളി നടേശൻ. അതൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, അദ്ദേഹം ടാക്കിൾ ചെയ്യണം എല്ലാ കാര്യങ്ങളും. അല്ലാതെ അതിന്റെ ശരിയായ വഴിയിൽ കൂടെ കൊണ്ടുപോകല്ലോ. അപ്പം ടാക്ലിംഗ് നല്ല വശമുള്ള ആളുമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, വലിയൊരു വിഭാഗം വോട്ട് BJPക്ക് വേണ്ടി കാൻവാസ് ചെയ്യപ്പെടുന്നത്, പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട്. അവിടെ വേണുഗോപാലിനെ തോപ്പിക്കാനും നിന്നില്ല കേട്ടോ. അങ്ങനെ ആരോ ചർച്ച ചെയ്തു. ഇവിടെ വേണുഗോപാലിനെ തോപ്പിക്കാൻ അദ്ദേഹം നിന്നിട്ടില്ല വെള്ളാപ്പള്ളി എന്ന് മാത്രമല്ല, വേണുഗോപാലിന് വേണ്ടി നിന്നു. പക്ഷെ വേണുഗോപാൽ നേരിട്ട് എനിക്കറിയുകയും പേരൂടെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അല്ല, അതൊക്കെ വേറെ കാര്യം. ഞാൻ പറഞ്ഞ വെള്ളാപ്പള്ളി KC വേണുഗോപാലിനെതിരായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മകനും പോയി ഭാര്യയും പോയി, അത് വേറെ കാര്യം. ഞാൻ വെള്ളാപ്പള്ളി സമുദായ നേതാവ് KC വേണുഗോപാലിനെതിരായിട്ടല്ല പ്രവർത്തിച്ചത്. ഏതാ എനിക്കറിയാം. അതിന്റെ ശോഭ നല്ല സ്ഥാനാർത്ഥിയാണ്, ശോഭ നന്നായി വോട്ട് പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിനകത്തൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങളുള്ളത് ഞാൻ പറഞ്ഞില്ല. അത് ഇവിടെ ഈ ചർച്ചയിൽ പറയാൻ സമയമില്ല. ശരി, ഒറ്റ കാര്യം കൂടി ശ്രീചന്ദ്രൻ ഒന്ന് ചുരുക്കി പറയണം. ശ്രീചന്ദ്രൻ, ഒറ്റ കാര്യം കൂടി. ഈ തർക്കങ്ങളും ഈ ബഹളങ്ങൾക്കുമിടയിൽ CPM-ന്റെ മൗനം വല്ലാതെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. എന്താണത്? ഞാനത് ഇന്നലെയും പറഞ്ഞല്ലോ. CPM എന്തിനാ ഇപ്പൊ ഗർജിക്കുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? പക്ഷേ അത് സമർത്ഥമായി പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതാ എത്ര കേട്ടിട്ടും മിണ്ടാൻ പോലും നിൽക്കുന്നില്ല. ഇതൊക്കെ വരേണ്ട പ്രതികരണങ്ങളാണ്, ഇപ്പൊ കേൾക്കുന്നില്ല. അപ്പുറത്ത് പ്രിയങ്കയുടെ പിന്നിലും മുന്നിലും പോയത് ആരാണെന്ന് തിരക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ CPM പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയങ്കയുടെ ജാഥയ്ക്ക് മുന്നിലും പിന്നിലും ആരാണ്? പ്രിയങ്കയുടെ മുന്നിലും പിന്നിലും അല്ല പ്രശ്നം, അല്ല അത് നേരത്തെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ള വിഷയമുണ്ട്. മതരാഷ്ട്രവാദികൾ ലീഗിനുള്ളിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്, അതിപ്പോ ആധിപത്യ സ്വഭാവത്തിലേക്ക് മാറുന്നുണ്ട് എന്ന് CPM. ശരി, അപ്പോൾ CPM ഇപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നതിൽ മറ്റു രാഷ്ട്രീയമില്ല എന്നതാണോ താങ്കളുടെ വിലയിരുത്തൽ ശ്രീജയേന്ദ്രൻ?
അല്ല, പ്രതികരിക്കും എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇന്നലെ വിജയരാഘവൻ അവിടെ പറഞ്ഞത്. അവർ പ്രതികരിക്കുക തന്നെ, സംശയമൊന്നും വേണ്ട. അങ്ങനെ പ്രതികരിക്കാതിരിക്കില്ല എന്നേ CPM. ഞാൻ പറഞ്ഞില്ലേ, ഈ മതരാഷ്ട്രവാദത്തിന്റെ എലമെന്റ് അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി ഈ ഒരു പ്രശ്നം സുകുമാരൻ നായർ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്ത എന്തെന്നാണ് ഞാൻ ചോദിച്ചത്. വെള്ളാപ്പള്ളിയുടെ ആ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു വിഷയം, അതിൽ എത്രത്തോളം അലമ്പുണ്ടാകും നോക്കട്ടെ എന്നുള്ള സാധാരണ രാഷ്ട്രീയ കൗശലം, അതിലാണ് അവർ നിൽക്കുന്നത്. നമുക്ക് മനസ്സിലാവില്ലേ? ആ രാഷ്ട്രീയ കൗശലത്തിലാണ് അവർ നിൽക്കുന്നത്. എത്രത്തോളം അലമ്പുണ്ടാകും ഇതിന്റെ അകത്ത് നിന്നുകൊണ്ട്. അത് രമേശ് ചെന്നിത്തലയുടെ പേരിലായാലും VD സതീശന്റെ പേരിലായാലും ആരൊക്കെയാണ് അലമ്പുണ്ടാക്കാൻ കാര്യം. ആ രാഷ്ട്രീയ കൗശലത്തിലാണ് അവർ നിൽക്കുന്നത്. ശരി, അതെ അതെ അതെ, അത് തന്നെയാണ് കാര്യം, മറ്റൊന്നുമല്ല. ശരി, ശ്രീ വിദ്യാസാഗർ, ഈ വാർത്തയുണ്ടല്ലോ, BDJSൽ ഒരു വിഭാഗം UDFിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന്. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിലവിലിപ്പോൾ BDJS ആയവർ പതുക്കെ BJPയിലേക്ക് മാറുന്നു, അങ്ങനെയും ചോർച്ചയുണ്ടാകുന്നു. അപ്പോൾ മൊത്തത്തിൽ നഷ്ടക്കച്ചവടമാണ് NDAയിൽ നിന്നിട്ട് എന്നുള്ള വിലയിരുത്തൽ തുഷാർ വെള്ളാപ്പള്ളിക്കല്ല. ഇപ്പോൾ ശ്രീ ജയേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തുഷാർ വെള്ളാപ്പള്ളിക്ക് അവിടെ കൃത്യമായ ബന്ധങ്ങളുണ്ട് ഡൽഹിയിൽ മോദിയുമായിട്ടും അതോടൊപ്പം അമിത്ഷായുമായിട്ടും. അവരങ്ങനെ ഒരു നിലപാടെടുക്കില്ല. പക്ഷെ പാർട്ടിയിലൊരു വലിയ വിഭാഗം കോൺഗ്രസിലെ പല നേതാക്കളുമായി ചർച്ച നടത്തി എന്നുള്ള വിവരമാണ് വരുന്നത്. താങ്കളുടെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം കൂടിയുണ്ടോ? അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ മറ്റൊരു രൂപത്തിലുള്ള പ്രതികരണം വരുന്നത്? BDJS വെള്ളാപ്പള്ളിയുടെ ഒരു തന്ത്രമാണ്. അതായത് കേന്ദ്ര സർക്കാരിൽ നിന്നും വെള്ളാപ്പള്ളിക്കും അദ്ദേഹത്തിൻ്റെ പുത്രനുമൊക്കെ എതിരെ ഉണ്ടാകാവുന്ന ചില ആക്രമണങ്ങളുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അലമാരിയിൽ അവർക്ക് രണ്ടുപേർക്കും എതിരെയുള്ള ഫയൽ ഇപ്പോഴും ക്ലോസ് ചെയ്യാതെ ഇരിപ്പുണ്ട്. അവർ രണ്ടാളെയും വിളിച്ച് ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഡെമോക്ലിസ് സോഡാണ്. അപ്പോൾ അവിടെ അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മകനെയും ഭാര്യയെയും ഓപ്പണായിട്ട് തന്നെ BDJSലൂടെ BJPയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് BJPയുടെ താല്പര്യത്തിന് നിന്നുകൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുന്നു. പിന്നെ അദ്ദേഹം സമയാസമയങ്ങളിൽ LDFനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ പ്രശംസിച്ചും അവരുമായിട്ടൊക്കെ ചങ്ങാത്തം സ്ഥാപിച്ചും കൊണ്ട് നിൽക്കുന്നു. ഇനിയിപ്പോ വേണ്ടത് കോൺഗ്രസ് എങ്ങാനും വന്നാലുള്ള അടുത്ത ഇവഞ്ച്വാലിറ്റി, ആ ഇവഞ്ച്വാലിറ്റി നേരിടാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു, അപ്പോ 2 വള്ളത്തിലല്ല 3 വള്ളത്തിലും കാലുവെക്കാനുള്ള ശ്രമം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലുള്ള ചേരിതിരിവുകളെ പറ്റിയിട്ടോ അതിനകത്തുണ്ടാകുന്ന ചലനങ്ങളെ കുറിച്ചിട്ടോ ഒക്കെ അത്ര വിദഗ്ധമായിട്ട് അഭിപ്രായം പറയാനായിട്ട് ഞാൻ ആളല്ല, എനിക്ക് അതിനെ പറ്റിയിട്ട് കൃത്യമായ ഒരു ധാരണയില്ല. പക്ഷേ ഒരു കാര്യം ശരിയാ, വെള്ളാപ്പള്ളി നടേശന് ഇന്ന് ചെന്നുപെട്ടിരിക്കുന്ന മറ്റൊരു പ്രതിസന്ധിയുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ SNDP യോഗത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടണം. അതായത് കമ്പനി നിയമത്തിലെ ഏറെ പ്രസക്തങ്ങളായ ധാരാളമായ വകുപ്പുകൾ ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ സംഘടന നടത്തിക്കൊണ്ടു പോകുന്നു, ഈ കമ്പനി SNDP യോഗം എന്ന് പറയുന്ന കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള കേസ് ഹൈക്കോടതിയിൽ വാദം കേട്ട് വിധി പറയാനായിട്ട് മാറ്റിവെച്ചിരിക്കുക. ആ ബെഞ്ചിൽ നിന്ന് തന്നെ SNDP യോഗത്തിന്റെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ രാമകൃഷ്ണൻ അവരുകളെയും അതുപോലെ 4 അംഗങ്ങളടങ്ങുന്ന 2 ഭാഗത്തു നിന്നുള്ള 4 അംഗങ്ങളടങ്ങുന്ന കമ്മിറ്റിയെയും കൂടെ നിയോഗിച്ചിരിക്കുക. ആ കമ്മിറ്റി ജസ്റ്റിസ് രാമകൃഷ്ണൻ അദ്ദേഹം ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പ് നടത്താനോ വോട്ടർ പട്ടിക നേരാമണ്ണം തയ്യാറാക്കാനോ യാതൊരു താല്പര്യവും ഇല്ല, വേണ്ട വിധത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വളരെ വ്യക്തമായ റിപ്പോർട്ടും വന്നിരിക്കുക. അപ്പൊ ഈ അവസരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നീതിയുക്തമായിട്ട് നടത്തുവാൻ വേണ്ടിയിട്ട് ഒരു സമീപനം, അതിനു വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ഹൈക്കോടതി തന്നെ ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റിസീവർ പെറ്റീഷൻ ഫോർ ദ പർപ്പസ് ഓഫ് കണ്ടക്ടിംഗ് ദി ഇലക്ഷൻ, അതും ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുക. അപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 കൊല്ലക്കാലം ഈ DIN നമ്പർ ഇല്ലാതെ
അതായത് 2013 കമ്പനി നിയമം ഭേദഗതി ചെയ്യപ്പെട്ടപ്പോൾ വളരെ കർശനമായിട്ട് ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചില വകുപ്പുകളുടെ ലംഘനം, ആ ലംഘനത്തിന്റെ ഫലം എന്ന് പറയുന്നത് ആ ഡിൻ നമ്പർ ഇല്ലാതെ ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ട് സെർവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ സെർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ഓട്ടോമാറ്റിക്കലി ഡിസ്ക്വാളിഫൈഡ് ആകും എന്ന് പറയുന്ന വിഷയത്തിൽ കേരള ഹൈക്കോടതി ഉത്തരവ് പാസാക്കാൻ വേണ്ടിയിട്ട് വാദം കേട്ട് ഓർഡേഴ്സിന് എടുത്തിട്ട് അതിന്റെ 2 മാസക്കാലത്തിൽ കൂടുതലായിട്ടുണ്ട്. അധികം താമസിയാതെ അതിന്റെ ഉത്തരവ് വരും. അതിന് സമാന്തരമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് വോട്ടർ പട്ടിക കൃത്യമായി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പനി നിയമത്തിൽ തന്നെ ഈ ഷെയർ ഹോൾഡേഴ്സാണ് വോട്ടേഴ്സ്. ആ ഷെയർ ഹോൾഡേഴ്സിന്റെ ഐഡന്റിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പട്ടിക തയ്യാറാക്കാൻ വേണ്ടിയുള്ള നടപടി വളരെ ശക്തമായി പുരോഗമിക്കുന്നു. അതിൽ ഇവർ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നടുവിലാണ് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തെ ഇന്ന് വലിയ പ്രതിസന്ധിയിലാക്കത്തക്ക വിധത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹായം ഒരുപക്ഷെ ഒരു നിർണായക ഘട്ടത്തിൽ ഉണ്ടായേക്കാം. കാരണം കമ്പനി നിയമപ്രകാരം ഒരു കമ്പനിയുടെ മുഴുവൻ ഡയറക്ടേഴ്സും ഇങ്ങനെ ഡിസ്ക്വാളിഫൈഡ് ആകപ്പെട്ടാൽ അതിൽ ഇടപെടുന്നതിന് കേന്ദ്ര സർക്കാരിന് അനുവാദം കൊടുക്കുന്ന ഒരു വകുപ്പ് കമ്പനി നിയമത്തിലുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും ആവശ്യമുണ്ട്. അതുപോലെ സംസ്ഥാന സർക്കാരാണ് അത് ചെയ്യേണ്ടതെങ്കിൽ, കാരണം കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് അനുസരിച്ചാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ ഊഴമാണ്. അങ്ങനെ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒരു പ്രകാരത്തിൽ ഇങ്ങനെ താങ്ങി നിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്ന വളരെ ഒരു ട്രപ്പീസ്യം, ഒരു ഞാണിന്മേൽ കളിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നാളുകളിൽ മറിച്ച് അതല്ല UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവിടെയും ഒരു കാലിരിക്കട്ടെ, ഒരു പിടി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു ഏറാണ് എന്നത് വളരെ സ്പഷ്ടമാണ്. പക്ഷെ ഇതിലൊന്നും അദ്ദേഹത്തിന് ഏറെക്കാലം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വണ്ണം ഉള്ള പ്രതിസന്ധികളിലെ നടുവിലാണ് അദ്ദേഹം ഇന്ന് നിൽക്കുന്നത് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ ഈ ചർച്ചയിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ശ്രീ ജോർജ് പൊടിപാറ, ഈ വിവാദങ്ങൾ ഏത് രൂപത്തിൽ ഇനി മുന്നോട്ട് പോകാനാണ് സാധ്യത? ഇപ്പോൾ VD സതീശനോ രമേശ് ചെന്നിത്തലയോ എന്ന ചർച്ചയിലേക്ക് കൂടുതൽ പേരുകൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ടോ? ഇന്നിപ്പോൾ KC വേണുഗോപാലിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് സാമുദായിക സംഘടനകൾക്ക് പറയാമല്ലോ, അഭിപ്രായങ്ങൾ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ എന്നുള്ളതാണ്. ആത്യന്തികമായി കോൺഗ്രസിൽ തീരുമാനമെടുക്കുക ഹൈക്കമാൻഡ് ആണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് പക്ഷേ ഈ സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദത്താൽ ആയിരിക്കുകയുമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കുന്നുണ്ടോ വെള്ളാപ്പള്ളി, അതോ അടിച്ചു പിരിയട്ടെ എന്ന രൂപത്തിലുള്ള പ്രതികരണമാണോ? അങ്ങനെ സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ച് UDFനെ വിജയിപ്പിച്ച ചരിത്രവും ഇല്ലല്ലോ. ഇത് സ്മൃതി, ഞാൻ വിചാരിക്കുന്നത് ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 1.5 വർഷവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കഷ്ടിച്ച് 1 വർഷത്തിൽ താഴെയും അവശേഷിക്കുമ്പോൾ തന്നെ ഈ ഇത് ഉണ്ടാവുന്നത് നല്ലതാണ്. ഇതിപ്പോ തന്നെ ഏതാണ്ട് കറുപ്പും വെളുപ്പമായിട്ട് തിരിഞ്ഞു മാറട്ടെ. ഏതാണ്ട് നിർണായക ഘട്ടത്തിൽ 1, 2, 3 മാസമൊക്കെ ഉള്ള സമയത്താണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോളിംഗിന് തൊട്ട് സമീപ ദിവസങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെങ്കിൽ അത് വലിയ ഡാമേജ് ചെയ്യും. പക്ഷെ ഇതിപ്പോഴേ തന്നെ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒതുങ്ങിപ്പോട്ടെ. ഏതായാലും വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയാം, അദ്ദേഹം ഇതൊന്നും UDFനോടുള്ള ആത്മാർത്ഥത കൊണ്ടോ രമേശ് ചെന്നിത്തലയോടുള്ള ആത്മാർത്ഥത കൊണ്ടോ VD സതീശനോട് പക്ഷേ ഈ വിവാദം കൊണ്ട് അല്ല, അത് അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, തന്റെ പിന്തുണ VD സതീശനുമില്ല രമേശ് ചെന്നിത്തലയ്ക്കുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ LDFനെ സഹായിക്കുന്നുണ്ടോ ശ്രീ പൊടിപാറ? തീർച്ചയായിട്ടും അതാണല്ലോ. അതായത് UDF ഈ തമ്മിൽ തല്ല്, 2 അധികാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ 2 അധികാര മോഹികള് എല്ലാ ഇതും ചെയ്തുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ തുറന്ന ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ആ പോരിലേക്ക് പോകുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ പരസ്പര ബഹുമാനമില്ലാത്ത സർവ്വശക്തി എടുത്ത് ആഞ്ഞടിച്ച് ആ രീതിയിലേക്ക് ഈ UDF കൊളമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയം അല്ലാതെ കൊളമായി കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് അതിന്റെ നേട്ടം ആർക്കാ ഉണ്ടാകുക? ഇടതു മുന്നണിക്കാ ഉണ്ടാകുക. വെള്ളാപ്പള്ളി നടേശന് ഇപ്പൊ നേരത്തെ ശ്രീ മുഹമ്മദ് ഷായും അതുപോലെ തന്നെ ശ്രീ വിദ്യാസാഗറും ഒക്കെ പറഞ്ഞത് വളരെ വ്യക്തമാണ്. അതായത് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ചില എന്താ പറയാ ചില സൂചനകളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാവും. അദ്ദേഹത്തിന് ഇപ്പൊ മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത്, LDFന് അത്ര അനുകൂലമായ ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്യുവർ രാഷ്ട്രീയ വോട്ടിംഗ് നടന്നപ്പോൾ കണ്ട കാര്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടല്ലോ. മാത്രമല്ല അദ്ദേഹത്തിന്റെ എന്താ പറയാ സംഘടനയിൽ വിശ്വസിച്ചിരുന്ന കാലാകാലങ്ങളായിട്ട് ആ സംഘടനയിലും ആ സമുദായത്തിലുള്ള വലിയൊരു ശതമാനം വോട്ട് ഇത്തവണ LDFിൽ നിന്ന് ചോർന്നു പോയി മറുപക്ഷത്ത് BJPക്ക് കിട്ടുന്ന ഒരു കാഴ്ചയും അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അത് ഇത്തിരി മോശമാണ് സ്ഥിതി. പക്ഷെ LDF തന്നെ വരണം എന്ന് അദ്ദേഹം വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ആവശ്യമാണ്.
അപ്പൊ സ്വാഭാവികമായിട്ടും UDF ചളമാകണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് അതിനകത്തെ 2 അധികാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളായിട്ട് മുഖ്യമന്ത്രി ഇതിലേക്ക് കണ്ടസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മത്സര രംഗത്തുണ്ട് എന്ന് കരുതുന്ന ആ 2 പേര് തമ്മിൽ അടിച്ചാൽ അതിന്റെ ഒരു ഗുണം തീർച്ചയായിട്ടും LDF-ന് കിട്ടും. ജനങ്ങൾ UDF-നോട് അനുഭാവമുള്ള അവർ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും ചിന്തിക്കുക എന്താ, ഇവരെ അടി തുടങ്ങി 1.5 വർഷം മുമ്പേ അടി തുടങ്ങി. അപ്പൊ അവർക്ക് തന്നെ ഒരു വെറുപ്പ്, അവർക്ക് തന്നെ ഒരു അവർഷൻ ഉണ്ടാവും. ഇവര് ശരിയാവില്ല, ഇവര് നേരെയാവില്ല. അതായിരിക്കാം വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മാത്രമല്ല, VD സതീശനോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കാലങ്ങളായിട്ട് ഉമിത്തി പോലെ നീറിക്കൊണ്ടിരിക്കുന്ന ചില സംഗതികൾ ഉണ്ടാകാം. അത് പറയാൻ കിട്ടിയൊരു അവസരം, അതിന്റെ അതിന്റെ മാക്സിമം ഡോസിൽ പറഞ്ഞ് നമ്മൾ പറയില്ലേ, അത് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ആശ്വാസം കിട്ടുന്നുണ്ടാവും. അപ്പൊ ഒരു വഴിക്ക് 2 പക്ഷിയാണ്. ഒന്ന് സതീശനിട്ട് പറയാനുള്ളത് പറഞ്ഞു തീർക്കാം, 2 അതിലൂടെ അടി തുടങ്ങിയാൽ അതിന്റെ നേട്ടം അദ്ദേഹം ആഗ്രഹിക്കുന്ന ഇടതു മുന്നണിക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വമാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഈ ചൂണ്ടയിൽ കൊത്തുന്നില്ല VD സതീശൻ. VD സതീശൻ കൊത്തണമെന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ VD സതീശന് ഇപ്പോ ചുരുങ്ങിയ പക്ഷെ ഇപ്പോഴെങ്കിലും അദ്ദേഹം വൈകാരികമായിട്ടല്ല പ്രതികരിക്കുന്നത്. അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വമാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിന്റെ പക്വതയോടെ നാളെ മുഖ്യമന്ത്രി ഇരിക്കുന്ന ഒരു പക്ഷെ ആയേക്കാവുന്ന ഒരു വ്യക്തിയുടെ ദീർഘവീക്ഷണത്തോടെ ഇതൊരു ചൂണ്ടയാണ്, ഇത് ഇട്ട് തരുന്ന ഒരു പടക്കമാണ്, ആ പടക്കത്തിൽ കടിച്ചാൽ അത് ഒരുപക്ഷെ അത് പൊട്ടിയാൽ അതിന്റെ ദോഷം മുഴുവൻ തനിക്ക് തന്നെയാണ് ഉണ്ടാവുക എന്ന് VD സതീശൻ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അത് ആ ചൂണ്ടയിൽ കൊത്തുന്നില്ല. കൊത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഇന്നലെ ഇട്ട ചൂണ്ടയിൽ കൊത്തിയില്ല, അപ്പൊ ഇന്ന് കുറെ കൂടി ഓവർ ഡോസിൽ അടിച്ചു. അദ്ദേഹം വെറും പോഴയാണ്, അദ്ദേഹം വെറും പാഴാണ്, വേസ്റ്റാണ്, അദ്ദേഹം അഹങ്കാരത്തിന്റെ കൈയും കലും വെച്ച കക്ഷിയാണ്, ഇങ്ങനെ പറയാവുന്നതിന്റെ അപ്പുറത്ത് കയറി പറഞ്ഞു. സാധാരണ VD സതീശന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് ഇത്രത്തോളം ഒന്നും സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹം അത് സഹിക്കുന്നു. ചിലർ വിചാരിക്കുന്ന അധികാരം കൊതിച്ചിട്ടാന്നാണ്. അതിന്റെ പേരിൽ മാത്രമല്ല, അദ്ദേഹം കുറെ കൂടി പരിഭാഗം വന്ന ഒരു രാഷ്ട്രീയക്കാരനായി ഒരു സീസൺഡ്, ഇന്നലെ ഞാൻ പറഞ്ഞ ആ വാക്ക് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഇപ്പോ VD സതീശൻ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ. അദ്ദേഹം എന്തെങ്കിലും കാണിച്ചത് ലീഗിനും അങ്ങനെയാണോ ലീഗിന്റെ മനസ്സിലാക്കൽ? ഇപ്പോൾ ലീഗിന് നേരത്തെയുള്ള നേതാക്കളുമായി ഉണ്ടായിരുന്ന ബന്ധം, കോൺഗ്രസ് നേതാക്കളുമായി, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുമൊക്കെ പാണക്കാട് തങ്ങൾമാർക്കുണ്ടായിരുന്ന ബന്ധം, അങ്ങനെയുള്ളൊരു ബന്ധം ഇപ്പോൾ VD സതീശനുമായി ഇല്ല എന്ന വിമർശനം അവിടെ ഉയരുന്നുണ്ട്. പാണക്കാട്ടേക്ക് പഴയ നേതാക്കളെ പോലെ അങ്ങനെ VD സതീശൻ വരുന്നില്ല എന്ന വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ ലീഗുമായി VD സതീശന്റെ ബന്ധം മോശമാണ് എന്നൊരു വിലയിരുത്തലുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. പാണക്കാട്ടെ തങ്ങന്മാർക്ക് കോൺഗ്രസിലെ എല്ലാ നേതാക്കളുമായും നല്ല ബന്ധമാണ്. VD സതീശനുമായും രമേശ് ചെന്നിത്തലയുമായും സുധാകരനുമായും KC വേണുഗോപാലുമായും എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തുന്ന ആളുകളാണ്. പാണക്കാട്ടെ തങ്ങന്മാർക്ക് ഒരിക്കലും അങ്ങനൊരു വിവേചനം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, അതുണ്ടാകത്തുമില്ല, അതിനകത്തൊരു തർക്കവുമില്ല. നേരത്തെ ഞാൻ ജയചന്ദ്രൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ആണ്. ഈ സുന്നി വിഭാഗങ്ങൾ എന്ന് പറഞ്ഞ പൂർണ്ണമായും കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളുടെയും 99% സുന്നി വിഭാഗങ്ങളാണ്. സമസ്തയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത്. സമസ്തയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സമസ്തയിലെ മുസ്ലിം ലീഗിൻ്റെ ബഹുഭൂരിപക്ഷവും സമസ്തയിലുള്ള ആളുകളും സമസ്തയിലെ ബഹുഭൂരിപക്ഷവും മുസ്ലിം ലീഗുകാരുമാണ്. അതിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും സാദിഖ് അലി തങ്ങളും ഒക്കെ സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. മുജാഹിദ് വിഭാഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും മുസ്ലിം ലീഗിലുണ്ട്. ഇവരിലൊക്കെ ഭൂരിപക്ഷവും ലീഗിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ്. സമസ്ത ഏകദേശം പൂർണ്ണമായി തന്നെ പിന്തുണയ്ക്കുന്നതുമായ സിറ്റുവേഷനുണ്ട്. മുജാഹിദിനും അങ്ങനെയാണ്. അല്ലാതെ അങ്ങനത്തെ തർക്കങ്ങളൊന്നും നിലവിൽ അവിടെ ഇല്ല. അങ്ങനത്തെ ഒരു വിഷയമില്ല എന്ന് തെളിഞ്ഞത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടല്ലോ. 3 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം, 2-3 ആളുകൾ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പോയി പ്രസരിച്ചു, ചില ആളുകൾ കൂട്ടുപിടിച്ചു എന്നൊന്നും പറയുന്നത് കൊണ്ടൊന്നും ലീഗും സമസ്തയുമായി ബന്ധത്തെ അത് ബാധിക്കുന്നില്ല. ജിഫ്രി മുത്തുക്കായത്തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒക്കെ ഒന്നായി ആ സമസ്ത പ്രവർത്തനങ്ങൾ യോജിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥ തന്നെയാണ് അതിനകത്തുള്ളത്. അങ്ങനെ ഒരു സംഭവം മുസ്ലിം ലീഗിലോ ഈ സമസ്തയുമായി ബന്ധപ്പെട്ടോ അങ്ങനെയൊന്നും ഇപ്പോൾ ഇല്ല എന്ന ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ എപ്പോഴും എല്ലാവരെയും ഉൾക്കൊണ്ട് പോകുന്ന ഒരു രീതിയാണ് മുസ്ലിം ലീഗിനുള്ളത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈഴവ സമുദായവുമായി ബന്ധപ്പെട്ട് അവരുടെ രാഷ്ട്രീയ സംഘടന ശിവഗിരി ആയാലും ശരി, SNDP ആയാലും ശരി, നായർ സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമൊക്കെ അവർക്ക് അങ്ങനെ ഒരു എതിർപ്പ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് വ്യക്തിപരമായില്ല, പാണക്കാട്ട് തങ്ങന്മാരോടില്ല. ഞങ്ങളും അങ്ങനെ ഒരു എതിർപ്പും അതുപോലെ ക്രിസ്ത്യൻ എല്ലാ വിഭാഗങ്ങളുമായും നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നു. ഇഷ്യൂ ബേസ്ഡ് തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇറങ്ങിത്തിരിഞ്ഞ് ഇഷ്യൂ ബേസ്ഡ് തർക്കങ്ങൾ
ഇറങ്ങിത്തിരിച്ച് ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ലീഗ് നടത്തുന്നത്. ആ നടത്തുന്ന ശ്രമം ഒരു രാഷ്ട്രീയം കൊണ്ടോ വോട്ട് കണ്ടിട്ടോ ഒന്നുമല്ല. നമ്മുടെ സമൂഹത്തിന് അരക്ഷിതാവസ്ഥ ഉണ്ടാകരുത്, വിഭാഗീയത ഉണ്ടാകരുത്, വെറുപ്പുണ്ടാകരുത്, കലാപങ്ങൾ ഉണ്ടാകരുത്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അതിനൊരു സോഷ്യൽ ആക്ഷനായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോൾ മുനമ്പം വിഷയത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ നിങ്ങൾ നടത്തുകയും ചെയ്തല്ലോ. ഇപ്പോൾ സഭ ആസ്ഥാനത്ത് പോയി ബിഷപ്പുമാരെ കാണുന്ന അടക്കമുള്ള നടപടിയിലേക്ക് തങ്ങളടക്കം പോയി, പണക്കാട് തങ്ങളടക്കം പോയി, താങ്കളും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നടപടികൾക്ക് ശേഷം ആ വിഷയത്തിൽ വി.ഡി. സതീശൻ പുറത്ത് നടത്തിയ പ്രതികരണം അത് ലീഗിനെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടോ? അത് അങ്ങനെയൊന്നുമില്ല. അത് നിയമപരമായ ഇൻ്റർപ്രിട്ടേഷൻസും മറ്റു തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസും ഒക്കെ വരും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ആ വിഷയം പരിഹരിക്കപ്പെടണം. അവിടെയുള്ള ജനങ്ങൾ പുറത്തു പോകാൻ പാടില്ല. അഭിപ്രായങ്ങൾ പറയുന്നതിലല്ല കാര്യം. നിയമപരമായിട്ടല്ലേ മുന്നോട്ട് പോകാൻ സാധിക്കും. നിയമപരമായി എന്താണോ ശരി അത് നടപ്പാക്കാൻ സാധിക്കും. നിയമത്തിന് അതീതമായി ഒന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവരെ പുറത്തു കളയുക എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ആണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം. ഒരു 10,000-കണക്കിന് ആളുകൾക്ക് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 600 ഒരാളെ പോലും കുടി ഒഴിപ്പിക്കാൻ ലീഗ് നിൽക്കില്ല. ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്ക് കുടി കൊടുക്കാനായിട്ടാണ് ലീഗ് നിൽക്കുന്നത്. അതുകൊണ്ട് ഉയർത്തിപ്പിടിക്കുമ്പോൾ ലീഗിലെ തന്നെ 2 നേതാക്കൾ തിരിച്ചുള്ള പ്രതികരണം നടത്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇനി പരസ്യ പ്രതികരണം പാടില്ല എന്ന് വിലക്കിയത് അല്ലേ? ഈ മുസ്ലിം ലീഗിൻ്റെ ഫൈനൽ വേർഡ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ സാദിഖ് തങ്ങൾ പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് ആർക്കും പിന്നെ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായങ്ങൾ, എൻ്റെ മനസ്സിലൊരു അഭിപ്രായമുണ്ടല്ലോ, മറ്റൊരാൾക്ക് അഭിപ്രായമുണ്ടെങ്കിലും അത് പ്രസക്തമല്ല. തങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാതെ കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിശദീകരണം ഇത്രയും മാത്രമേ ഉള്ളൂ. അവിടുത്തെ ജനങ്ങൾ അവരൊരിക്കലും ഒരാൾ പോലും കുടിയൊഴിക്കാൻ പാടില്ല. അതിന് ലീഗ് അവസാനം വരെ ലീഗിൻ്റെ പോരാട്ടം അതിനോടൊപ്പം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, ഇനിയിപ്പോൾ ഈ വിവാദം നോക്കണ്ട. നിങ്ങളെ സംബന്ധിച്ച് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരണം അല്ലെങ്കിൽ ആര് ലീഡ് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിൽ UDF-നകത്ത് ലീഗ് ഉടൻ തന്നെ നിലപാട് പറയുമെന്നാണോ, അതോ ഹൈക്കമാൻഡ് ആരെ തീരുമാനിച്ചാലും അതിനെ ലീഗ് പിന്തുണയ്ക്കും, അതാണോ സമീപനം? അല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ കോൺഗ്രസിൻ്റെ MLA-മാർക്ക് തീരുമാനിക്കാം. ലീഗിൻ്റെ അഭിപ്രായം പറയേണ്ട ഒരു വേളയിൽ ലീഗ് അഭിപ്രായവും പറയും. അത് പക്ഷേ ഒരിക്കലും കോൺഗ്രസും ലീഗുമായി ഉള്ള ബന്ധത്തിൽ അങ്ങനത്തെ അസ്വാരസ്യങ്ങൾക്ക് യാതൊരു സ്കോപ്പുമില്ല. പക്ഷേ ലീഗിന് ഒരു ഘട്ടത്തിൽ ശശി തരൂരിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അല്ലേ? അല്ല, അതൊന്നും ശശി തരൂർ എന്ന വ്യക്തി ഒരു രാഷ്ട്രീയ നേതാവ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വ്യക്തി അവിടെ തിരുവനന്തപുരത്ത് ജയിക്കണമെന്ന കാര്യത്തിൽ നമുക്ക് ലീഗിന് നിർബന്ധമുണ്ടായിരുന്നു. അത് വളരെ വലിയ നെഗറ്റീവ് സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ സാധിച്ചു. അതിന് ലീഗിൻ്റെ കോൺട്രിബ്യൂഷൻ, ലീഗിൽ എല്ലാവരും ചേർന്നുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് വിജയിപ്പിക്കാൻ സാധിക്കും. ആ ഒരു സ്നേഹവും താല്പര്യക്കുറവില്ലായ്മ അതിനൊന്നും വ്യത്യാസമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ തുടരുന്ന കാര്യമാണ്. അല്ലാതെ അത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയേണ്ട സമയത്ത് ലീഗിൻ്റെ അഭിപ്രായം, ലീഗ് നേതൃത്വം അവർ ആലോചിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായങ്ങൾ പറയേണ്ടി വന്നാൽ പറയും. അതല്ലാന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അവരും മെറിറ്റ് നോക്കാൻ കപ്പാസിറ്റിയുള്ള ആളുകളാണ് എല്ലാ കാര്യത്തിലും. ഈ പറഞ്ഞ നേതാക്കൾ പോലും ഒന്നിനും നിർബന്ധ ബുദ്ധി എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യത്തിലും നിർബന്ധ ബുദ്ധിയില്ല. ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തോടൊപ്പം നിൽക്കുന്ന ആളുകളെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തെ തള്ളിക്കൊണ്ട് വന്നിരിക്കുന്ന കോൺഗ്രസിലെ ഏക പ്രതികരണം അല്ലെങ്കിൽ UDF-ലെ ഏക പ്രതികരണം എന്നുള്ളത് ഇന്ന് കെ സുധാകരൻ്റെതാണ് എന്നൊരു കൗതുകം കൂടിയുണ്ട്. വളരെ നന്ദി അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ജോർജ് പൊടിപാറ, M ജയേന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.